CBI അന്വേഷണം എന്തിനാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? സോണിയെ കേസിൽപ്പെടുത്താനാണ്. കെ സുരേന്ദ്രനും കോൺഗ്രസിനും ഒരേ ആവശ്യം എങ്ങനെയാണ് വന്നത്? ഇത് കേരള കൗമുദി ദിനപത്രം. ലീഡ് വാർത്ത ഇങ്ങനെ പറയുന്നു: അന്വേഷണം ദില്ലിയിലെ ഉന്നതരിലേക്ക്. ഭരണതലത്തിൽ മുൻപ് വൻ സ്വാധീനമുണ്ടായിരുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നത നേതാവിന്റെ 2 ഉറ്റ ബന്ധുക്കളിലേക്കാണ് അന്വേഷണം. ഇവർക്ക് അന്താരാഷ്ട്ര പുരാവസ്തു ബിസിനസ് ഉണ്ട്. ദക്ഷിണ യൂറോപ്യൻ രാജ്യത്തുള്ള ബന്ധുവിന് അവിടെ പലയിടത്തായി പുരാവസ്തു വ്യാപാരമുണ്ട്. ദില്ലി കേന്ദ്രീകരിച്ച് വൻ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്ന കുടുംബാംഗത്തിന് പുരാവസ്തു കരകൗശല ബിസിനസ് ഉണ്ടായിരുന്നു. അയ്യപ്പസ്വാമിയുടെ പ്രഭാമണ്ഡലവും ശ്രീകോവിലിലെ അമൂല്യമായ ചെറുവിഗ്രഹങ്ങളും അടക്കം കടത്തിയതിൽ ഇവരുടെ പങ്ക് സംശയിക്കുന്നു. കേരള കൗമുദി പറയുന്നത് സോണിയയുടെ സഹോദരിയെപ്പറ്റിയും മരുമകൻ റോബർട്ട് വദ്രയെപ്പറ്റിയുമാണ്. ഈ ആക്ഷേപങ്ങളെപ്പറ്റി എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം? പോറ്റിയെ സോണിയയുടെ വീട്ടിൽ അടൂർ പ്രകാശ് എന്തിനാണ് കയറ്റിയത്? മൗനം തുടർന്നാൽ അപകടമല്ലേ കോൺഗ്രസേ? സോണിയയുടെ കയ്യിൽ ചരട് കെട്ടാനുള്ള അനുവാദം എങ്ങനെയാണ് കിട്ടിയത്? ഏറ്റവും അടുപ്പമുള്ളവരെ മാത്രമേ സോണിയ വീട്ടിൽ കയറ്റാറുള്ളൂ. ചരട് കെട്ടാൻ അനുവദിക്കണമെങ്കിൽ ആത്മബന്ധം വേണം. സോണിയയ്ക്ക് ആര് മുഖാന്തിരമാണ് ഈ അടുപ്പം? സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു എന്ന് എന്നോടിപ്പോൾ ആരും ചോദിച്ചു. അതെനിക്ക് ഞാനല്ലല്ലോ പറയേണ്ടത്, അത് എനിക്ക് പറയാൻ പറ്റില്ല. അടൂർ പ്രകാശ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. പരിണിത ഫലമോ? EDയോ CBIയോ സോണിയയുടെ വീട്ടിലെത്തും. സ്വർണം കട്ടത് തന്റെ നേതൃത്വത്തിലെന്ന് പറയാൻ അടൂർ പ്രകാശ് എപ്പോൾ തയ്യാറാകുന്നുവോ അപ്പോൾ മാത്രമേ സോണിയയുടെ പങ്കാളിത്തത്തിലെ സംശയം ദൂരീകരിക്കാനാകൂ. അടൂർ പ്രകാശ് ദയവായി മനസ്സ് തുറക്കണം, അല്ലെങ്കിൽ പെടുന്നത് സോണിയാഗാന്ധി ആയിരിക്കും. ഓർമ്മയുണ്ടല്ലോ അല്ലേ? നാഷണൽ ഹെറാൾഡ് കേസ് വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക വദ്രയ്ക്കും മോഡി പ്രേമം കൂടിയിട്ടുണ്ട്. BJPയുടെ കുരുക്കിലേക്ക് സോണിയയെ തള്ളിവിടണോ? അടൂർ പ്രകാശും ആന്റണിയും കുറ്റം സമ്മതിക്കും. ഇനി എത്ര നാൾ കൂടി? കോൺഗ്രസുകാർ കാത്തിരിക്കുന്നു.